പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഒരു 3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ഡ്രസ്സുകളും 4ആയി മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടും അതുപോലെ 4ആയി മടക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുകൾ ഭാഗം മടക്കിയിട്ടിട്ട് ബോഡി പാർട്ടിൻ്റെ പോർഷൻ ഒറ്റ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ഡ്രസ്സിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഷോൾഡറിൻ്റെ ഭാഗം ചരിച്ചൊന്നും കട്ട് ചെയ്തെടുക്കാറില്ല. പെറ്റിക്കോട്ടിൻ്റെ ഫുൾ ലെങ്ത് 23 ഇഞ്ചാണ്. അതിൽ ബോഡി പാർട്ടിൻ്റെ ഇറക്കം എടുക്കുന്നത് 9 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അകലം 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ വീതിയായിട്ടും 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 4 ഇഞ്ച് തന്നെയാണ് ആം ഹോളിൻ്റെ ഭാഗത്തും എടുക്കുന്നത്. ഞാൻ ചെസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടത് 24 ഇഞ്ചാണ്. അപ്പം ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെയും ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ നെക്കിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ഫ്രണ്ടിനും ബാക്കിനും 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. പെറ്റിക്കോട്ടിൻ്റെ കഴുത്തിൽ നമ്മൾ സാധാരണ ഓപ്പണൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇടാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവ് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ പെറ്റിക്കോട്ടിൻ്റെ ഫുൾ ലെങ്ത് എത്ര ഇഞ്ചാണോ അതിൽ നിന്നും ഈ ബോഡി പാർട്ടിനെടുത്ത ലെങ്ത് കുറയ്ക്കണം. അപ്പോൾ എനിക്ക് വേണ്ടത് 23 ഇഞ്ചാണ്. അതിൽ നിന്നും 9 ഇഞ്ച് കുറച്ചിട്ട് കിട്ടുന്ന 14 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വണ്ണം എടുക്കുന്നത് വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടിൻ്റെ പാർട്ടും ഇതുപോലെ 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 2 പീസിൻ്റെയും സെൻറ്റർ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കട്ടിങ് വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ചിനേക്കാളും ചെറിയൊരളവിൽ ആദ്യം ഇതുപോലെ റൗണ്ടിനൊന്ന് മടക്കി വയ്ക്കുക. ചുളിവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ മടക്കിയ അതേ അളവിൽ തന്നെ ഒന്നും കൂടി മടക്കി വെച്ചാണ് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേ രീതിയിൽ തന്നെ 2 പ്രാവശ്യം മടക്കി വെച്ചാണ് കൈക്കുഴിയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ 2 പീസിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ 2 സൈഡിലും ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ടെടുക്കാം. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക.
അതിനുശേഷം സൈഡ് ഭാഗങ്ങളിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലൈനിൽ കൂടി 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബോട്ടം ഭാഗം കൂടി ഇതുപോലെ 2 പ്രാവശ്യം മടക്കി വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.